the amazing Stephen Devasi, Solid Band, Hari Haran, Shankar Mahadevan and so many more. പക്ഷേ മലയാളികളുടെ ഫുൾ ട്രൂ ബ്ലൂ സ്പിരിറ്റ് പുറത്തേക്ക് ഇറക്കണമെങ്കിൽ ഒരു നാടൻ പാട്ട് വേണം, വേണ്ടേ? അപ്പോൾ മനോജ് സർ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ജനസാഗരമാണുള്ളതെന്ന്. ഈ ജനസാഗരം ആർത്തൊച്ചുണ്ടാക്കുന്ന എനിക്ക് കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ ഒരു നാടൻ പാട്ട് ആലപിക്കാൻ എത്തുന്നത് വളരെ നല്ല ഒരു ഗായികയാണ്. ഒരു വ്യത്യസ്തമായ ഒരു ടിംബർ ഈ ഗായികയുടെ ശബ്ദത്തിനുണ്ട്. മലയാളത്തിലും ഹിന്ദിയിലും അതുപോലെ തന്നെ ആൽബംസിലായാലും സ്റ്റേജ് ഷോസിലായാലും ഷീ ഹാസ് പ്രൂവ്ഡ് ഹർ മെറ്റൽ. ഇൻഫാക്ട് 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തകർപ്പനായ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുമുള്ള ഒരു അതുല്യ കലാകാരിയാണ്. നല്ലൊരു കാര്യയുടെ ലെറ്റ്സ് വെൽക്കം രശ്മി സതീഷ്. രശ്മി, വാട്ട് അമേസിംഗ് എനർജി അല്ലേ? ഹലോ, എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് പാട്ടിൽ കൂടെ അടിച്ചു പൊളിക്കാം. എല്ലാരും അടിച്ചു പൊളിച്ച് രശ്മിയെ സഹായിക്കൂ. Here we go. ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞ്. പാട്ടും പാരന്തും കേട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവായും ഞാൻ പണ്ടേ കളഞ്ഞ്. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ പൊട്ടി നമ്മൾ ജാവും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ, പതിട്ട് ചാകാനെങ്കിലും പാടടിതയേ, ചാകാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ, പതിട്ട് ചാകാനെങ്കിലും പാടടിതയേ.
കളിക്കാടി തയ്യേ. Woohoo! Rashmi Satish! Thank you for bringing the spirit of Malayalis. That was rocking, അല്ലേ? നിങ്ങളും അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്യാണല്ലോ എല്ലാരും. So much energy. പക്ഷെ ഈ സൈഡിലാണ് എനർജി മൊത്തം കേട്ടോ. ഈ സൈഡിന് എന്ത് പറ്റി? ക്ഷീണിച്ചു പോയോ? കുറച്ച് ഒച്ച ഉണ്ടാക്കി കേൾക്കട്ടെ. All right. And ഈ സൈഡിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ഒച്ച ഉണ്ടാക്കിക്കേ. ഈ സൈഡിൽ ഒരു അറ്റൻഷൻ കിട്ടുന്നില്ല അല്ലേ? അതെ, ഇപ്പൊ ഞാൻ കുറച്ചേരം ഇവിടെ അറ്റൻഷൻ തരാം. ഓക്കെ, ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഫ്ലവേഴ്സ് ചാനൽ ഏപ്രിൽ 12 അതിന്റെ ഉദ്ഘാടന രാവുമായി സംപ്രേഷണം ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ വിഷുദിനം നിങ്ങൾക്ക് വേണ്ടി വിഷുക്കായി നീട്ടവുമായി എത്തിയിരിക്കുകയാണ് ഫ്ലവേഴ്സ്. ആൻഡ് അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചടങ്ങാണ്. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ കീഴിൽ വ്യത്യസ്തമായ സംരംഭങ്ങളുണ്ട്. ഫ്ലവേഴ്സ് ചാനൽ, ന്യൂസ് ചാനൽ, ഇവന്റ്സ് ഡിവിഷൻ, ഒരു കോളേജ്, ഒരു മൂവി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സിനർജി ഡിപ്പാർട്ട്മെന്റ്. അതിൽ നിന്നും ഓൾറെഡി കുറച്ച് സംഘടനകൾ നമ്മൾ ആദ്യത്തെ ഉദ്ഘാടന രാവിൽ തന്നെ ഇനാഗ്രേറ്റ് ചെയ്തു. ഇന്ന് ബാക്കി 3 ഡിവിഷൻസിന്റെയും ഉദ്ഘാടനമാണ് ഈ വേദിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അതിനാദ്യം തന്നെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ആർ ശ്രീകണ്ഠൻ നായർ. We welcome you, sir. We have Mr. Alangal Mohammed, the chairman of the news channel of Inside Media City. Shri Gokulam Gopalan, Adhehamana Flowers Channel, their chairman, and Dr. Vidya Vinod is the vice chairman of Flowers TV. ഈ ഒരു വേദിയിൽ വെച്ച് നമ്മൾ ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഇവന്റ്സ് ഡിവിഷനാണ്. IMC ഇവന്റ്സ് ഫ്ലവേഴ്സ് ചാനലിന്റെ ഉദ്ഘാടന രാവായാലും ഇന്നത്തെ ഈ പരിപാടിയായാലും ഇത് ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. സ്വന്തമായിട്ടുള്ള ഇവന്റ്സ് ടീം തന്നെയാണ് ഇത് ഫുൾ ഇവിടെ പോസിബിൾ ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റി ഹാസ് എ വെരി സ്ട്രോങ് ഇവന്റ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇത് ആദ്യത്തെ തവണയാണ് ലൈവായിട്ട് ബ്രേക്സ് ഒന്നും ഇല്ലാത്ത ഒരു പരിപാടി നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് നോട്ട് എൻ ഈസി ജോബ്. ആൻഡ് IMC ഇവന്റ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി വേദിയിലേക്ക് ഞാൻ നമ്മൾക്കേറെ പ്രിയപ്പെട്ട ഗായകനെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Let's welcome Shankar Mahadevan. Welcome, sir. Inside Media Cityയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന Inside Media City Events Divisionന്റെ ലോഞ്ച് ആണ് ഈ വേദിയിൽ ശങ്കർജി നടത്താൻ പോകുന്നത്. Before anything, we would like to hear a few words from you. Inside Media City has so many things happening so quickly. How do you feel about that? Well, I've known Srikandan sir for so many years now. And he had this vision for so many years. And this vision that he had, he's actually executed it. That is the greatest thing. So big round of applause for Srikandan sir for making it happen and his entire team. And I'm so happy. I've never seen a crowd like this. I love you, Calicut! Yeah. Okay, now officially, I'd like to inaugurate the IMC events. So, I'd like to declare the IMC event section open! There we go, ladies and gentlemen. We just saw the IMC Events logo. And ഈ ഒരു അവസരത്തിൽ ശ്രീകണ്ഠൻ സാർ, എനിക്കൊരു ചോദ്യമുണ്ട് സാറിനോട്. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ഓരോ ഡിവിഷൻസിന്റെയും മാനേജിംഗ് ഡയറക്ടറായി നിൽക്കുന്നത് സാറാണ്. ഇവന്റ്സിൽ നിന്നും എന്താണ് പ്രതീക്ഷ? യഥാർത്ഥത്തിൽ ഇൻസൈറ്റ് മീഡിയ സിറ്റി നിങ്ങൾക്കറിയാം 14ഓളം മീഡിയ സ്ഥാപനങ്ങളുള്ള ഒരു സംരംഭമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട നട്ടെല്ലുകളിൽ 3 പേരാണ് ഈ നിൽക്കുന്നത്. വേറെയും 3 പേരുണ്ട്. അപ്പോൾ ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 176ഓളം ഇവൻറ്റുകളാണ് ഞങ്ങൾ ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, പ്രൊഫഷണലായിട്ടൊരു ഇവൻ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി തെളിയിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും ശങ്കർജി പറഞ്ഞതുപോലെ നല്ല ഇവൻറ്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെ കോഴിക്കോട് സംഘടിപ്പിച്ച പോലെ പല സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുകയാണ്. അതിന് ഞങ്ങളുടെ പ്രൊമോട്ടേഴ്സിനും വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഇവൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കാം. മാത്രവുമല്ല, IMC ഇവൻറ്റ്സ് ഒരു പ്രൊഫഷണൽ സ്ഥാപനമായിരിക്കും മീഡിയ സിറ്റിയുടെ മറ്റ് സ്ഥാപനങ്ങൾ പോലെ. താങ്ക് യു കോഴിക്കോട്.
ഇൻസൈഡ് മീഡിയ സിറ്റി ഇവന്റ്സ് ഡിവിഷന്റെ ലോഞ്ച്, അതിന്റെ ലോഗോ നിങ്ങൾ കണ്ടു. ശ്രീകണ്ഠൻ സർ പറഞ്ഞതുപോലെ വലിയ വലിയ ഇവന്റ്സ് അത് ലോകത്ത് എവിടെയാണെങ്കിലും അത് നടത്താനുള്ള കെൽപ്പുള്ള ടെക്നീഷ്യൻസും കലാകാരന്മാരും ആർട്ടിസ്റ്റും പ്രൊഡക്ഷൻ ടീമും എല്ലാം തന്നെ നമ്മളുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇൻസൈഡ് മീഡിയ സിറ്റി ഇവന്റ്സ് ഡിവിഷൻ ലോഞ്ച് has happened right here before us. Next up, ee vediyil Shankarji, you came here oru cheriya token of our appreciation, but our token of appreciation we would like to hand over Gokulam Gopalan sir. Our memento Shankarji ku kaimaran njan abhyarthikkunnu. But don't go, okay, Shankarji, after this. Nalloru kaidi nalkam for Shankar Mahadevan for coming here and launching Inside Media City Events Division. Thank you so much, Shankarji. Thank you very much. അടുത്തതായി നെക്സ്റ്റ് ഡിവിഷന്റെ ലോഞ്ച് ആണ് നമ്മൾ ഈ വേദിയിൽ നടത്താൻ പോകുന്നത്. And that is ഇൻസൈഡ് മീഡിയ സിറ്റി കോളേജ് ഓഫ് മീഡിയ. ഈ ഒരു ചാനലിന്റെ ഉദ്ഘാടന രാവിൽ തന്നെ ഇവർ അവരുടെ ഒരു കാര്യം വളരെ ക്ലിയർ ആയി പറഞ്ഞിരുന്നു, ദ പ്രൊമോട്ടേഴ്സ് ആൻഡ് ശ്രീകണ്ഠൻ സർ. ഈ ഒരു ചാനലിൽ എന്റർടൈൻമെന്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, പക്ഷേ അതിന്റെ കൂടെ തന്നെ സോഷ്യലി റെസ്പോൺസിബിൾ ആയ കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം ഇവർക്കുണ്ട്. എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു കോളേജ് ഓഫ് മീഡിയ ആണ് ഇവർ ഇൻസൈഡ് മീഡിയ സിറ്റിയിലൂടെ കൊച്ചിയിൽ സമ്മാനിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഹ്യൂജ്. ഈ കോളേജ് ഓഫ് മീഡിയയുടെ ലോഞ്ച് വേദിയിൽ നടത്തുന്നതിനായി ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ദ ലെജൻഡറി പത്മശ്രീ ഹരിഹരൻ. ഹരിജി, താങ്ക് യു സോ മച്ച്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാഗര സംഗീതം എന്ന ഈ പരിപാടിയിൽ ഹരിജി എത്തി. യു ഹാവ് ആഡഡ് യുവർ കളർ ടു ഇറ്റ്. ഇവിടെ ഇൻസൈഡ് മീഡിയ സിറ്റി ഒരു കോളേജ് ഓഫ് മീഡിയ ആണ് തുടങ്ങാൻ പോകുന്നത്. സോ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദിസ് ഐഡിയ? I think it's amazing because the infrastructure is going to be so powerful and so perfect. And to start an international media college, I think is it the first kind in India? Wow. That's fantastic. That's fantastic. Perfect. അപ്പോൾ ഇൻസൈഡ് മീഡിയ സിറ്റി കോളേജ് ഓഫ് മീഡിയ അത് ചെയർ ചെയ്യുന്നത് ഡോക്ടർ വിദ്യ വിനോദാണ്. ആൻഡ് ഈ വേദിയിൽ ഹരിജ ഹാവ് എ സ്മോൾ റിക്വസ്റ്റ്. തമ്പുരു മീട്ടി, ശ്രുതി മീട്ടി, സംഗീതത്തിൻ്റെ ബേസിക്സ് ആണത്. ബട്ട് ഫോർ എഡ്യൂക്കേഷൻ ഓൾസോ ഇറ്റ്സ് വെരി സിമിലർ ഐ ബിലീവ്. സോ ഡിക്ലെയർ ദ കോളേജ് ഓഫ് മീഡിയ ഓപ്പൺ ബൈ പ്ലീസ് പ്ലേയിങ് ദ തമ്പുരു. वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा. Wow, what a wonderful beginning for education. Thank you so much, Hariji. And ഈ ഒരു അവസരത്തിൽ ഡോക്ടർ വിദ്യ, before anything we want to ask you this. Inside Media City ഇന്ത്യയിലെ ആദ്യത്തെ മീഡിയ സിറ്റി ആണ്. ഒരു വളരെ ഡിഫറെന്റ് ആയ കോൺസെപ്റ്റ് ആണ് എഡ്യൂക്കേഷൻ എന്ന ഡിപ്പാർട്ട്മെന്റിൽ. വാട്ട് പ്ലാൻസ് ഡു യു ഹാവ്? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കോഴിക്കോട് വെച്ച് ഞങ്ങൾക്ക് ഈ കോളേജ് ലോഞ്ച് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ദാറ്റ് ടു അവർ പത്മശ്രീ ശ്രീ ഹരിഹരൻ സാർ ഹാസ് ഡൺ ദാറ്റ്. ആൻഡ് ഈ ഒരു ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ മെയിൻ ഫോക്കസ് തന്നെ നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷനാണ്. യു ഓൾ നോ ബാക്ക് ബോൺ ഓഫ് എനി എക്കോണമി ഈസ് എഡ്യൂക്കേഷൻ. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വേറെ എവിടെയും ഇല്ലാത്ത പോലെ ഞങ്ങളുടെ ചാനലിൽ കുട്ടികൾക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ചെയ്യാൻ പറ്റും. ഇത് വെറും ജസ്റ്റ് ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ടോ പ്രസൻറ്റേഷൻ കാണിച്ചുകൊണ്ടല്ല, സ്കിൽസ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും ഞങ്ങൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുക. സോ വി നീഡ് ഓൾ യുവർ സപ്പോർട്ട് for this venture. It will be a unique education that Kerala is going to witness, and internationally renowned aayittulla faculty members aayirikkum idellam deliver cheya. So you all can wait and watch what's going to happen at the media college. Ee media college inde speciality aanu നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലൻ അവരെല്ലാം മുമ്പേ പറഞ്ഞായിരുന്നു കോളേജ് എപ്പോഴാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുകയാണെന്ന്.
അപ്പം ഇറ്റ്സ് ഓൾ സോ നൈസ്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് താങ്ക്സ് ഫോർ മേക്കിംഗ് ദിസ് ഈവൻറ്റ് സോ സക്സസ്ഫുൾ. താങ്ക് യു. യു വാണ്ട് ടു സേ എനിത്തിങ്? പ്രിയമുള്ളവരെ, ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു വ്യത്യസ്തമായ ചാനലായി കൊണ്ടുവരാനാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ ഒരു വലിയ പ്രതീക്ഷകളാണ്. സമ്പത്ത് സമ്പാദിക്കണം എന്നുള്ള പ്രതീക്ഷയല്ല, ഇത് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ ഇത് ആരംഭിക്കുന്നത്. ഇന്ന് തന്നെ ഈ പരിപാടി തിരുവനന്തപുരത്ത് നടത്തണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഡയറക്ടേഴ്സ്, ഇവിടുത്തെ മലബാറിലെ ഡയറക്ടേഴ്സ് ഇത് ഈ കോഴിക്കോട് തന്നെ വെച്ച് നടത്തണമെന്ന് ഞങ്ങൾ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അതിൻ്റെ കാരണം ഇവിടുത്തെ സംഗീതം ആസ്വദിക്കുന്ന കലാകാരന്മാർ ഈ കോഴിക്കോടുണ്ട്. അവരെ അച്ചടക്കത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. എല്ലാവർക്കും ഇതുകൊണ്ട് വളരെ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ്. Thank you so much, Hari ji, for coming on stage and doing this for us. A chariya token of our appreciation. Dr. Vidya Vinod, if you could please hand over a memento. Nallaru kaidi nalgam for Hari ji. വീണ്ടും മനോഹരമായ ഗാനങ്ങളുമായി ഹരിജി വേദിയിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കൂടെ നിങ്ങൾ സഹകരിക്കണം. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ സഹകരണം തന്നെയാണ് കംപ്ലീറ്റ്ലി. സോ വി നീഡ് ദാറ്റ് ഓൾ ദ വേ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാഗര സംഗീതം എന്ന ഈ വേദിയിൽ ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ അടുത്ത സംരംഭം നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു കാലഘട്ടത്തിൽ കറക്റ്റായി നമ്മളെ വിവരം അറിയിക്കുന്ന ഒരു മേഖലയാണ് ന്യൂസ്. 24 ന്യൂസ് എന്ന് പറഞ്ഞ ചാനലും അധികം സമയമല്ലാതെ തന്നെ ഇൻസൈറ്റ് മീഡിയ സിറ്റി നമ്മൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് ആണ് ഇനി ഇവിടെ നടത്താൻ പോകുന്നത്. അത് ചെയർ ചെയ്യുന്നത് ശ്രീ ആലിംഗൽ മുഹമ്മദ് ജിയാണ്. ആൻഡ് ഐ റിക്വസ്റ്റ് our promoters to please launch 24 ന്യൂസ് കോഴിക്കോട് ജനങ്ങളുടെ മുന്നിൽ വെച്ച്. ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ മൂന്നാമത് സംരംഭം. You can declare the official launch, Shri Alangal sir. ഈ സായാഹ്നത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ജനസാഗരത്തിന് ഒരിക്കൽ കൂടി എൻ്റെയും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെയും വിഷു ആശംസകൾ. ഇവിടെ അടുത്തതായി നടക്കാൻ പോകുന്നത് ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ന്യൂസ് ചാനലിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. നിങ്ങൾക്കറിയാം, ഒത്തിരി ന്യൂസ് ചാനലുകൾ നമുക്കുണ്ട്, ഒത്തിരി നല്ല ജേർണലിസ്റ്റുകളും കേരളത്തിലുണ്ട്. ഇനിയും ജേർണലിസ്റ്റുകളെ നമ്മൾക്ക് ആവശ്യമാണ്. നല്ല ന്യൂസ് നമ്മൾക്ക് ഇനിയും ഇവിടെ ആവശ്യമാണ്. സത്യം പക്ഷം പിടിക്കാതെ നേരിട്ട് മുഖം നോക്കി പറയുന്ന ഒരു ന്യൂസ് ചാനലാണ് മീഡിയ സിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. വളരെ വൈകാതെ വിപ്ലവകരമായ ചലനം സൃഷ്ടിച്ചുകൊണ്ട് ഈ ന്യൂസ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുക. നന്ദി. And with that, ladies and gentlemen, Inside Media City official news channel 24 News and ഔപചാരികമായ ഉദ്ഘാടനം promoter Shri Alangal Muhammad and chairperson of 24 News Gokulam Gopalan sir and Dr. Vidya Vinod ഒരുമിച്ച് നടത്തുന്നു with your permission and prayers. Here we go, ladies and gentlemen. നല്ലൊരു കൈഡിയാവാം. Here we go. 24 News ഇനി മുതൽ പ്രേക്ഷകർക്കായി Inside Media City അവതരിപ്പിക്കുന്നു. ന്യൂസ് എന്ന ചാനൽ അതിന്റെ സംപ്രേഷണം എപ്പോ തുടങ്ങുമെന്ന ചോദ്യമൊക്കെ ഉണ്ട്. ശ്രീകണ്ഠൻ സർ, എപ്പോ തുടങ്ങും? ഓഗസ്റ്റിൽ തുടങ്ങും. വളരെ ക്ലിയർ കട്ടായ ഒരു ആൻസറും നമുക്ക് കിട്ടി. ഓഗസ്റ്റിൽ തുടങ്ങും എന്നതാണ്. ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വളരെ കറക്റ്റ് ആയ ഇൻഫർമേഷൻസ് ആയിരിക്കും 24 ന്യൂസ് ചാനലിലൂടെ നമ്മൾക്ക് നൽകുക. സെൻസേഷണലിസം അല്ല, പക്ഷാഭേദം ഇല്ലാതെ തന്നെ പ്രോപ്പർ ന്യൂസ്. അതുകൊണ്ട് തന്നെ ഈ
ഒരു വേദിയിൽ ലൈവ് ടെലികാസ്റ്റ് നടക്കുന്ന ഈ ഒരു വേളയിൽ 24 ന്യൂസിന് വേണ്ടി ഞങ്ങളുടെ ആദ്യത്തെ റിപ്പോർട്ടർ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സാഗര സംഗീതം എന്ന ഇവന്റിന്റെ വേദിയിൽ അദ്ദേഹമുണ്ട്. ഹലോ മനോ സാർ. Thank you Ranjani. Ever happened in the history കോഴിക്കോട് ബീച്ചിൽ ഇവിടെ ഗംഭീരമായ പരിപാടി ഏർപ്പാട് ചെയ്തു തന്ന ഫ്ലവേഴ്സ്. ഈ പരിപാടിയിൽ ലെജൻഡ് ഓഫ് സിംഗേഴ്സ് ഹരിഹരൻ, ശങ്കർ മഹാദേവൻ, വിജയ് പ്രകാശ് പോലെ കലാകാരന്മാർ എത്രയോ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഈ സൂപ്പർ ഈവനിങ്, മഴയില്ലാത്ത ഒരു സായം തന്ന ഗാഡ്ക്ക് നന്ദി. 24 ന്യൂസ് ചാനലിക്ക് വേണ്ടി കോഴിക്കോട് ബീച്ചിൽ നിന്ന് റിപ്പോർട്ടർ മനോ. All right, thank you so much. Thank you മനോ sir. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ റിപ്പോർട്ടിംഗും നമ്മൾ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട മനോ സാറിനെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Let's welcome our first reporter. നല്ലൊരു കൈഡിയോടെ നമ്മുടെ ഗായകനും ആങ്കറും ഇപ്പോൾ ജേർണലിസ്റ്റുമായ മനോ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മനോ sir, how did you feel reporting for 24 News as the first anchor? രജനി സാർ ഇരുന്ന എപ്പോഴും ഇരിക്കുമ്പോഴും ഒരു കற்பന. മനോ സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഒന്നാന്തരം മിമിക്രി കലാകാരനാണ് മനോ സാർ. ഒരു 1-2 പ്രകടനം അവർക്ക് വേണ്ടി കാഴ്ചവെക്കുക കോഴിക്കോട്ടുകാർക്ക് വേണ്ടി. ആദ്യം ശിവാജി ഗണേശൻ സാർ. கோழிக்கோடு மக்களே, எனக்கு எவ்வளவு சந்தோஷமா இருக்கு தெரியுமா? 1 லட்சம் மக்கள் இந்த சாயந்திரம் என்ஜாய் பண்ணும்போது என் மனசு கலங்காம சந்தோஷமா இருக்கு. கண்டு ஏ ராசா நல்லா இரு. ரஜினி சார், 24 நியூஸ் சேனல் ஒரு தடவை சொன்னா 100 தடவை சொன்ன மாதிரி Robo 24 News Channel. Thank you so much. And Mano sir, no token of our appreciation ഈ വേദിയിൽ വെച്ച് നൽകുന്നു ശ്രീ ആലുങ്കൽ മുഹമ്മദ്. Thank you so much Mano sir, if you could receive it on behalf of us. ഇതോടുകൂടി ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ പോകുന്ന നിരവധി സംരംഭങ്ങളുടെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻസ് നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി അവർ തുടക്കം കുറിക്കുകയും ജനങ്ങളിലേക്ക് എത്തുകയുമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും. താങ്ക് യു ഡോക്ടർ വിദ്യ വിനോദ്, താങ്ക് യു ശ്രീ ഗോകുലം ഗോപാലൻ സർ, താങ്ക് യു ശ്രീ ആലുങ്കൽ മുഹമ്മദ് സർ, ആൻഡ് താങ്ക് യു ശ്രീ ഗണൻ നായർ സർ. താങ്ക് യു മനോ സർ. ബാക്ക് വിത്ത് മോർ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. All right, നല്ലൊരു ഐഡിയ ആവാം. ഇൻസൈറ്റ് മീഡിയ സിറ്റി എന്ന് പറയുന്നത് ലോകത്തെ തന്നെ 3ാമത്തെ മീഡിയ സിറ്റിയാണ്. ലണ്ടൻ, ദുബായ്ക്ക് ശേഷം കൊച്ചിയിലാണ് അത് എത്താൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഫസ്റ്റ് മീഡിയ സിറ്റി മലയാളികളുടെ ആണ് എന്ന് അഹങ്കരിക്കാം, അഭിമാനിക്കാം. പക്ഷേ അത് വളർന്നു വരണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സീരിയസ് ആവാനല്ല, പാട്ടിലൂടെ കുറെ എൻജോയ്മെന്റ് കൊണ്ടുവരാനാണ്, അല്ലേ? അപ്പൊ ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? വളരെ വ്യത്യസ്തമായ